നമസ്കാരം. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതും ഇന്ന് നമ്മൾ UDF സർക്കാരിന്റെ കാലത്ത് കാണുകയാണ്. സംഘപരിവാർ പ്രേമം, BJP പ്രേമം, ഇതൊക്കെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും കാണുന്ന കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ ഞെട്ടിപ്പിക്കുന്ന ഒരു ചിത്രം കൂടി കാണാനിടയായി. ഈ KP ശശികല, വെള്ളാപ്പള്ളി നടേശൻ, PC ജോർജ്, ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇവരൊക്കെ വാ തുറക്കുന്നത് കൂടുതലും വർഗീയത പറയാൻ വേണ്ടിയാണ്, അല്ലെ? നമ്മളത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. വർഗീയത പറഞ്ഞതിന്റെ പേരിൽ പലർക്കെതിരെയും കേസ് എടുത്തിട്ടുള്ളതൊക്കെയാണ് LDF സർക്കാരിന്റെ കാലത്താണെന്ന് മാത്രം കേട്ടോ. KP ശശികല നമ്മുടെ VD സതീശനുമായിട്ട് ഒരുമിച്ച് നിന്നൊരു ചിത്രം എടുത്ത് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കൊന്ന് കണ്ടാലോ. RV ബാബു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. സൂക്ഷിച്ചു നോക്കണ്ട, സൂക്ഷിച്ചു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും KP ശശികലയെ. ടീച്ചർന്ന് പോലും വിളിക്കാൻ അറപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ടീച്ചർന്ന് വിളിക്കാത്തത്. അപ്പോ ആ പോസ്റ്റിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ഹിന്ദു നേതൃ സമ്മേളനത്തിൽ സംഘടനാ നേതാക്കൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അടങ്ങുന്ന നിവേദനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് നൽകി. ഉന്നയിക്കപ്പെട്ട ബഹുഭൂരിപക്ഷം ആവശ്യങ്ങളോടും വളരെ അനുഭാവപൂർണമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. വളരെ തിരക്കുകൾക്കിടയിലും വളരെ ക്ഷമാപൂർവ്വം അദ്ദേഹം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയും അനുകൂലമായി പ്രതികരിക്കുകയും ചെയ്തു. ശ്രീമതി KP ശശികല ടീച്ചർ, ശ്രീ സുബ്രഹ്മണ്യൻ മുസദ്, അങ്ങനെ കുറെ ടീമുകളൊക്കെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹിന്ദു ഐക്യവേദി എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഹിന്ദുക്കളുടെ എന്താണോ അട്ടിപ്പേറ അവകാശം, ഞാനടക്കമുള്ള ആളുകളൊക്കെ എന്തോ അട്ടിപ്പേറ അവകാശമൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ള ഏതൊരു സംഘടനയാണെന്ന് വിചാരിക്കും. അതൊക്കെ വെറും തോന്നലാണ്. ഹിന്ദുക്കളെ ചൂഷണം ചെയ്ത് ഹിന്ദുക്കളുടെ പേരിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ചോര കുടിക്കുന്ന ഐറ്റങ്ങളാണ്. അതുകൊണ്ട് ആ കൂട്ടത്തിലൊന്നും യഥാർത്ഥ ഹിന്ദുക്കളെ ഒന്നും പെടുത്തരുതെന്ന് പറഞ്ഞു വെക്കുകയാണ്. യഥാർത്ഥ ഹിന്ദുക്കളുടെയും ഹിന്ദുക്കളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലും ഒന്നും ഇവരെ കാണില്ല കേട്ടോ. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്, അത് വേറെ കാര്യം. എല്ലാത്തിലും മതവും അതുപോലെ തന്നെ ജാതിയും ഒക്കെ കണ്ടെത്തുന്ന ഇവറ്റങ്ങളോട് ഇന്നും അന്നും ഒക്കെ വെറുപ്പാണ്. അതൊന്ന് പറഞ്ഞു വെക്കട്ടെ. ഈ ചിത്രം പങ്കുവച്ചതിന്റെ കാരണം വേറൊന്നുമല്ല, VD സതീശനൊപ്പം ഈ KP ശശികലയും RV ബാബു ഒക്കെ നിൽക്കുന്നത് വലിയ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതെന്തുകൊണ്ടാണെന്ന് കൂടി പറയാം. അതായത് ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ ഈ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് VD സതീശൻ ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വെച്ചിരുന്ന ആ നിലവിളക്കിൽ ഇങ്ങനെ നടുകുനിച്ച് എത്രത്തോളം കുനിയാൻ പറ്റും അത്രത്തോളം കുനിഞ്ഞു നിന്ന് ഈ തിരികൊളുത്തുന്ന കാഴ്ച നമ്മളൊക്കെ കണ്ടിരുന്നതാണല്ലോ. ഈ ചിത്രം പുറത്തു വന്നപ്പോൾ എന്താണ് ഈ RSSുമായിട്ട് VD സതീശന് ഒരു കൂട്ടുകച്ചവടം എന്ന ചോദ്യം ഉയർന്നപ്പോൾ മൂപ്പര് വലിയ നിശബ്ദതയൊക്കെ പാലിച്ചിരുന്നു. ഞാൻ ഇവർക്കെതിരാണ്, RSSനെതിരാണ്, സംഘപരിവാറിനെതിരാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി VD സതീശൻ കുറെ ഗിമ്മിക്ക് ഉടായ്പകളും യൂട്ടേൺ അടികളും ഒക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തൊക്കെ നടത്തിയിരുന്നു. അന്ന് RV ബാബു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്തായിരുന്നു അറിയാവൂ? RV ബാബു ഈ ചിത്രം അങ്ങ് പുറത്തു വിട്ടു. നിങ്ങൾ RSSനെയും സംഘപരിവാറിനെയൊക്കെ വലിയ രീതിയിൽ വെറുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഈ പരിപാടി നിങ്ങൾ പങ്കെടുത്തത് എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടോടുകൂടി തന്നെയാണ് VD സതീശൻ മൊത്തത്തിൽ പെട്ടുപോയത്. പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ കണ്ടത് VD സതീശന്റെ RSS പ്രേമലുമാണ്, BJP പ്രേമലുമാണ്, അല്ലെ? നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? ഈ VD സതീശന്റെ ജില്ലയാണല്ലോ എറണാകുളം ജില്ല. ആ എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലമുണ്ട്. ആ നിയോജക മണ്ഡലത്തിൽ വടവുകോട് പുത്തൻകുരിശ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്തിൽ എങ്ങനെയാണ് UDF ഭരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതായത് NDA മുന്നണിയുടെ സപ്പോർട്ടോട് കൂടിയാണ്, NDA മുന്നണിയുടെ ഭാഗമായിട്ടുള്ള 2020യുടെ സപ്പോർട്ടോട് കൂടിയാണ് അവിടെ UDF ഭരിക്കുന്നത് ആ പഞ്ചായത്ത് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ആ പിന്തുണ മേടിച്ചതെന്ന് അറിയാമോ? LDFന്റെ ഭരണം കളയാൻ വേണ്ടിയാണ്. അപ്പോ അതായത് LDFനെ ഏത് രീതി തകർക്കാനും ഏത് രീതിയിലുള്ള സംഘപരിവാർ സംഘടനകളുമായും കൈകോർക്കാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൊ ഇതൊക്കെ മുഖ്യമന്ത്രി അറിയാതെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവില്ല. അതൊക്കെ വെറും തോന്നലാണ്. ഇത് വലിയ വിഷയമായപ്പോൾ എന്തുകൊണ്ട് ഈ സംഘപരിവാർ സംഘടനയുടെ പിന്തുണ വേണ്ട എന്ന് UDF പറയുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി മിണങ്ങസ്യ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ റൈറ്റ് ഹാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ മുഹമ്മദ് ഷിയാസ്, മൂപ്പരൊക്കെ അത് അങ്ങനെ ഈ പറയുന്ന പോലെ വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലുള്ള നിലപാടാണ് ആ സമയത്തൊക്കെ സ്വീകരിച്ചത് കേട്ടോ. ഇപ്പൊ ആ മണ്ഡലം ഭരിക്കുന്നത് KPCC വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള VP സജീന്ദ്രനാണെന്ന കാര്യം കൂടി ഇത് പറഞ്ഞു വെക്കുകയാണ്. അപ്പോ ഇവർ ഭരിക്കുന്ന പലയിടങ്ങളിലും നമുക്ക് ഈ പറയുന്നത് പോലെ BJP, സംഘപരിവാർ, RSS ബന്ധങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പൊ ഈ ഭരണത്തിൽ വന്ന ശേഷം നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. PM ശ്രീ നടപ്പിലാക്കില്ല, ഞങ്ങൾ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇപ്പൊ അറബിക്കടലിൽ എറിയുന്നില്ല, ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് നടക്കണം നടപ്പിലാക്കി, അല്ലെ? അത് നടപ്പിലാക്കാൻ വേണ്ടി വ്യഗ്രത പൂണ്ട് നടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. VD സർക്കാരിന്റെ BJP സംഘപരിവാർ പ്രേമലു നമ്മൾ തുടക്കം മുതൽ തന്നെ കാണുകയാണല്ലോ. സത്യപ്രതിജ്ഞ ചടങ്ങ് മുതൽ കാണുന്നുണ്ട്. വന്ദേ മാതരം ആലപിച്ച
വിഷയത്തിൽ നമ്മൾ അത് കണ്ടു. അതുപോലെ തന്നെ നയപ്രഖ്യാപന വേളയിൽ ഗവർണർ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ, ബി ജെ പിക്കെതിരെ ഒരു അക്ഷരം പോലും മിണ്ടാതെ സ്വീകരിച്ച നിലപാടിൽ നമ്മൾ കണ്ടു. VC നിയമനത്തിൽ നമ്മൾ അത് കണ്ടു. ആ നിയമനത്തിൽ VD സതീശൻ സ്വീകരിച്ച നിലപാടിൽ നമ്മൾ കണ്ടു. പെട്രോൾ ഡീസൽ വില വർധന അടക്കം പലതും വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് അധിക ഭാരമായി മാറുമ്പോൾ BJP ഒരു രീതിയിൽ പോലും വിമർശിക്കാതെ നിശബ്ദത പാലിക്കുന്ന VD സതീശനിലൂടെ ആ പ്രേമലു നമ്മൾ കണ്ടു. അങ്ങനെ ഒരുപാട് പല രീതിയിലുള്ള വിഷയങ്ങളിലൂടെ നമ്മൾ VD സതീശൻ സർക്കാരിന്റെ പ്രേമലുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നിലവിൽ കേരളം ഭരിക്കുന്നത് BJP ആണോ എന്ന് പോലും പലർക്കും തോന്നുന്നു എന്നുള്ളതാണ്. BJP കേരളം ഭരിച്ചാൽ എങ്ങനെയായിരിക്കും, ആ രീതിയിലേക്കൊക്കെ മാറുകയാണ് നമ്മുടെ കേരളത്തിലെ നിലവിലെ അവസ്ഥ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ വിഴിഞ്ഞം പോർട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദാനി തങ്ങളുടെ ഷെയർ 49% ഷെയർ MSC എന്ന് പറയുന്ന കമ്പനിക്ക് വിറ്റ വിഷയമൊക്കെ നമ്മൾ കണ്ടു. ആ വിഷയത്തിലെ ചില ഡീലുകൾ ചെന്നെത്തുന്നതും ഇത്തരത്തിലുള്ള പല ബന്ധങ്ങളിലേക്ക് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുകയാണ്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെതിരെ വലിയ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നടന്ന ഒരു പക്ഷമായിരുന്നല്ലോ അന്നത്തെ കാലത്ത് VD സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം. എന്താണ് പിന്നീട് ഇപ്പോൾ സംഭവിക്കുന്നത്? ബിന്ദു കൃഷ്ണ മന്ത്രി അടക്കമുള്ള ആളുകൾ വെള്ളാപ്പള്ളി നടേശന്റെ അനുഗ്രഹം മേടിക്കാൻ ക്യൂ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അങ്ങനെ പറഞ്ഞതിനൊക്കെ വിപരീതമായി പ്രവർത്തിക്കുമ്പോഴും ഇവിടെ സന്തോഷിക്കുന്നത് വേറെ ആരുമല്ല, ഇവിടെ സന്തോഷിക്കുന്നത് BJP തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു? BJPക്ക് 3 MLA-മാർ നിലവിൽ സഭയിൽ അകത്തുണ്ട്. പക്ഷെ ഒരാൾ പോലും VD സതീശൻ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച് നമ്മൾ കാണുന്നേയില്ല. ഇപ്പോൾ തന്നെ വയനാട് ദുരന്തം സംഭവിച്ചല്ലേ, അതിന് കാരണക്കാരാണ് ഈ സർക്കാർ തന്നെയാണ്. മണ്ണ് നീക്കം ചെയ്യാത്തത് കൊണ്ടാണ് ദുരന്തം സംഭവിച്ചതെന്ന് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി പോലും പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആരാണ് മണ്ണ് നീക്കം ചെയ്യേണ്ടത്? നീക്കം ചെയ്തില്ലെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? ഇടപെട്ട് അതൊക്കെ നീക്കം ചെയ്യേണ്ടത് ആരാണ്? സർക്കാരാണ്. പക്ഷേ സർക്കാർ അത് ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടത് 3 ജീവനുകളാണ്. ആ വിഷയത്തിൽ പോലും LDF ശക്തമായിട്ടുള്ള പ്രതിഷേധവും നിലപാടും അറിയിച്ചപ്പോഴും എവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ അധ്യക്ഷനും MLA-യും? അദ്ദേഹത്തെ കാണാൻ പോലും കഴിയുന്നില്ല അല്ലെ? ഏതെങ്കിലും BJP നേതാക്കൾ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയോ അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടുകയോ ചെയ്തോ? ഇല്ല. എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഈ ദുരന്തത്തിൽ അതായത് സർക്കാരിനൊപ്പം നിൽക്കുകയും സർക്കാരിന്റെ അനാസ്ഥയെ വിമർശിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. തീർച്ചയായും അങ്ങനെ ചെയ്യണം. അല്ലാതെ സർക്കാർ ചെയ്യുന്ന എല്ലാ അനാസ്ഥകൾക്കും കൂട്ടുനിൽക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ അത് നമ്മളിവിടെ കണ്ടു. അങ്ങനെ ഓരോ വിഷയങ്ങളിലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. മാത്രമല്ല, എന്ത് സ്നേഹമാണ് നമ്മുടെ BJP സൈബർ വെട്ടിക്കിളികൾക്ക് VD സതീശനോട്. VD സതീശനെതിരെ ഒരു വാർത്ത ചെയ്താൽ, നമ്മൾ പോലും ഒരു വാർത്ത ചെയ്താൽ, ഇപ്പോൾ കോൺഗ്രസ്സുകാരെക്കാൾ ശുഷ്കാന്തിയെ എനിക്ക് തോന്നുന്നു ഈ സംഘപരിവാരങ്ങൾക്കാണെന്ന് തോന്നുന്നുണ്ട്. അവർ ഏത് രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊക്കെയാണ് നടത്തുന്നതെന്ന് അറിയാം. പക്ഷെ ഞാൻ നിശബ്ദനാണ് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. അവർ ഇങ്ങനെ നടത്തട്ടെ. അവർ നടത്തുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഈ സർക്കാരിന് എത്രത്തോളം BJPയുടെയും സംഘപരിവാർ സംഘടനകളുടെയും ഒക്കെ ഒരു പിന്തുണയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരാണെന്ന് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയുക. അതിനുശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം എല്ലാം ഒരുമിച്ച് വിളങ്ങുന്ന ഒരു മുന്നണിയെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ KP ശശികളെ പോലുള്ള ആളുകളെയൊക്കെ അകത്തി നിർത്തണമെന്ന് പറയേണ്ടത് ആരാണ്? അണികളാണ്. നോക്കൂ, ഇവിടെ ഇവരുടെ ഭരണം കണ്ടിട്ട് സ്വന്തം പാർട്ടിക്കാരും അണികളും ഒക്കെ ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ കാഴ്ചകൾ കേട്ടില്ലേ? അതായത് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നാണ് പലരും ചോദിച്ചത്. ഒരു മാസം കഴിഞ്ഞ ശേഷം ഇപ്പോ ഈ കണക്കിനാണ് പോക്കെങ്കിൽ UDF-നെ അധികം വൈകാതെ BJPയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടേണ്ടി വരുമെന്നാണ് പറയുന്നത്. നോക്കൂ, നരേന്ദ്രമോദിയെ നമ്മുടെ VD സതീശൻ സന്ദർശിച്ചു അല്ലെ? അതിൽ തെറ്റൊന്നുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം സന്ദർശനം മാത്രം. ശേഷം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള അമിത്ഷായെ കൂടി ഇദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം സന്ദർശിക്കാൻ കഴിയുക? അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണോ കേരളത്തിലെ VD സതീശൻ? അല്ല. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാത്ത VD സതീശൻ അമിത്ഷായെ കാണുന്നു. എന്നാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിജയ് എന്ന് പറയുന്ന തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി അമിത്ഷായെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ വാതിൽ കൊട്ടിയടക്കപ്പെടുന്നു. എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു? ഇതൊക്കെ നമ്മൾ തിരയണ്ടേ? കേന്ദ്ര സർക്കാരിനെ കണ്ട ശേഷം ED പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ് കേരളത്തിലെ സർക്കാർ പണിയെടുക്കുന്നതെന്ന് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ 5 വർഷം എന്തായാലും BJPക്ക് കുസാല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.